പ്രിയ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃപ്പൂണിത്തുറ പള്ളിയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ അടുത്ത ആഴ്ച ചാർജ് എടുക്കുകയാണ്. അദ്ദേഹത്തെ തടയാനായിട്ട് ചേട്ടൻ കള്ളൻ്റെയും അനിയൻ കള്ളൻ്റെയും നേതൃത്വത്തിൽ ഒരു കുറുവ സംഘം പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഇവർ ഈ അഡ്മിനിസ്ട്രേറ്ററെ തടയാൻ വരുന്നത്. കാരണം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രാഥമിക ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ തൃപ്പൂണിത്തുറ പള്ളി എങ്ങനെ കടത്തിലായി, അതിന് പുറകിലുള്ള അഴിമതികൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൊടുത്ത പല പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തടയേണ്ട ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും പള്ളി കട്ടുമുടിച്ച ഈ പള്ളി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ കുർബാന വിഷയത്തിൽ പണം കൈയിട്ട് വാരി മടുക്കാത്ത ഈ ചേട്ടൻകളൻ്റെയും അനിയങ്ങളുടെയും കൂടെയുള്ള നമ്മുടെ ഇടവകയിലെ കുറച്ച് ആളുകളുടെ ഒരു ആവശ്യമാണ് ഈ വൈദികനെ തടയുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവർ തടയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ പള്ളി കടത്തലായതിൻ്റെ പിറകിൽ വലിയൊരു അഴിമതി കഥയുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. സിയോൻ ഓഡിറ്റോറിയത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ആ ഒരു സമയം തൊട്ട് ഏകദേശം 50 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ആ സമയത്ത് നടന്നതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ 12 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയതിൽ 5 ലക്ഷം രൂപ കൈവായ്പയായിട്ട് ഈ ചേട്ടൻകള്ളം കൊണ്ടുപോയതായിട്ടാണ് അറിയുന്നത്. ഇതൊക്കെ ആരോപണങ്ങളാണ്. അതുപോലെ തന്നെ പള്ളിയുടെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരുന്ന മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ സ്പീക്കേഴ്സ്, അതുപോലെയുള്ള പള്ളിക്കകത്തുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ വളരെ വൻ വില കൊടുത്ത് ഈ ചേട്ടൻകളനും അനിയൻകളനും അവിടെ സപ്ലൈ ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ആരോപണങ്ങൾ ഇഷ്ടംമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം എന്നൊരാവശ്യത്തിന് മുകളിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ചാർജ് എടുക്കുന്നത്. പള്ളിയുടെ അകത്ത് ഒരു ചെറിയൊരു ബോർഡ് വെച്ചതിന് 3000 രൂപയുടെ ബോർഡിന് 15000 രൂപയും, അതുപോലെ തന്നെ ചെറിയ ചെറിയ പള്ളികളിലെ ചടങ്ങുകൾക്ക് നിസ്സാര കാശിന് കൊടുക്കുന്ന ചായയും കാപ്പിയും എല്ലാം ആയിരങ്ങളും ലക്ഷങ്ങളും ചിലവാക്കി കൊടുക്കുന്നതായിട്ട് കണക്കെഴുതുകയും, ഇവിടെ വന്ന പല വികാരിമാരും വരുമ്പോൾ ബൈക്കിന് വരികയും പോകുമ്പോൾ മുന്തിയ കാറുകൾ വാങ്ങി പോകുന്നു. അതുപോലെ തന്നെ കേസുകൾ നടത്താൻ വേണ്ടി 10000 രൂപയുടെ അഡ്വക്കേറ്റിന് 50,000 1 ലക്ഷമൊക്കെ കൊടുത്തതായിട്ട് കണക്കെഴുതി വെക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാകാത്തത് 1.5 കോടി വരുമാനം 10 വർഷം മുമ്പ് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, എല്ലാ മാസവും ആവറേജ് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് വരുമാനമുള്ളൊരു പള്ളി, പ്രത്യേകിച്ച് യാതൊരുവിധ ചിലവുമില്ലാതെ, സാധാരണ പള്ളി നടത്തിക്കൊണ്ട് പോകുന്ന ചിലവല്ലാതെ വേറെ ചിലവൊന്നും ഇല്ലാത്തൊരു പള്ളിയിൽ എങ്ങനെ പള്ളി കടത്തിലേക്ക് വന്നു? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻമെൻറ്റിനെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററെ തടയണം. തടഞ്ഞാൽ മാത്രമല്ലേ ഇവരുടെ കള്ളക്കഥകൾ പുറത്തു വരാതിരിക്കുകയുള്ളൂ. പള്ളി കട്ടുമുടിച്ച അതിന് കൂട്ടുനിന്നവർ മാത്രമാണ് ഈ അഡ്മിനിസ്ട്രേറ്ററെ തടയാൻ വരുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രിയ ഇടവജനങ്ങളെ, ഈ 3-ാം തീയതി ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. അന്ന് പള്ളിമുറ്റത്ത് അദ്ദേഹത്തെ തടയാൻ വരുന്ന ആളുകളെ നോക്കിയാൽ അറിയാം അവരുടെയൊക്കെ കയ്യിൽ എത്രത്തോളം നമ്മുടെ പള്ളിയുടെ പൈസ, അടിച്ചു മാറ്റിയ പൈസ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നമുക്ക് സാധിക്കും. അന്ന് നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റർ തടയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കണ്ടാൽ അറിയാം, അതിൽ പലരും ഒരു പണിയില്ലാതെ ടൂർ പോകുന്ന ആൾക്കാർ, ഒരു പണിയില്ലാതെ അവരുടെ വീടിൻ്റെ കടബാധ്യതകൾ തീർത്ത ആൾക്കാർ, ബിസിനസ് എല്ലാം പൊട്ടിപ്പാളിസായി തകർന്ന് തരിപ്പണമായി വീടും കടയും എല്ലാം ജപ്തിയായിട്ട് ഒരു വരുമാന മാർഗമില്ലാതെ ഈ പള്ളിയും കുർബാന പ്രശ്നവും കൊണ്ട് അവരുടെ കടമെല്ലാം വീട്ടിയവർ, ഇവരാണ് യഥാർത്ഥത്തിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ തടയാൻ വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പൊയ്മുഖങ്ങളെല്ലാം 3-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റർ തടയാൻ വരുന്ന കൂട്ടത്തിൽ എന്തായാലും ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവരുടെ മാത്രം ആവശ്യമാണ് തൃപ്പൂണിത്തുറ പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റർ വരാതിരിക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.